കോൺഫിഡൻസ് സ്പീക്കർ ആകാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട് ലൗഡ് പ്രാക്ടീസ് ആണ്. നമ്മൾ മിക്കവരും സംസാരിക്കാൻ തയ്യാറെടുക്കുന്നത് നോട്ട്സ് ഒക്കെ മനസ്സിൽ വായിച്ചിട്ടാണ് അല്ലേ? പക്ഷേ ഒരു വാസ്തവം ഇതാണ്, സ്റ്റേജിൽ നിൽക്കുമ്പോൾ മനസ്സിലുള്ളതല്ല നമ്മൾ സംസാരിക്കുന്നതാണ് എന്താണെന്നതാണ് ആൾക്കാർ കേൾക്കാൻ പോകുന്നത്. സോ നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോൺ, പേസ്, അതുപോലെ ഓക്വേർഡ് ആയിട്ടുള്ള വാക്കുകൾ അവയെല്ലാം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ ഐ എം റഷിംഗ് ഹിയർ, അല്ലെങ്കിൽ ഈ സെന്റൻസ് ഓക്വേർഡ് ആണല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് ട്രിക്സ് ഒക്കെ നോക്കി വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം സെറ്റ് ആക്കാൻ പറ്റും. കണ്ണാടിയുടെ മുന്നിൽ നിന്നുള്ള പ്രാക്ടീസ്, അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുക, പിന്നീട് അത് കേട്ട് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് ആളോട് ഫീഡ്ബാക്ക് ചോദിക്കാം. നമ്മുടെ ശബ്ദം ഓരോ തവണ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നും. നെർവസ്നെസ് കുറയും, ഫ്ലോ കൂടുതൽ സ്മൂത്ത് ആകും, നമ്മുടെ മെസ്സേജ് സ്വാഭാവികമായി തോന്നുകയും ചെയ്യും. മനസ്സിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ തലയിൽ മാത്രം ഒതുങ്ങും. എന്നാൽ ഉറക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ഭാഗമാവും. അവിടെ നിന്നാണ് കോൺഫിഡൻസ് വളരാൻ തുടങ്ങുന്നത്.